ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് +1 വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായിട്ടൊരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ അവർക്കും സോഷ്യോളജി പഠിക്കാനുണ്ട്. അപ്പോൾ സോഷ്യോളജി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് പഠിക്കാനുള്ള ചാപ്റ്റേഴ്സ് യൂണിറ്റ് വൈസ് ഇതിനകത്ത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യോളജി, സൊസൈറ്റി ആൻഡ് ഇറ്റ്സ് റിലേഷൻഷിപ്പ് വിത്ത് അതർ സോഷ്യൽ സയൻസ് ഡിസിപ്ലിൻസ്. അപ്പോൾ ഇതിനകത്ത് പറയുന്നത് സോഷ്യോളജിയും മറ്റ് സോഷ്യൽ സയൻസ് ഡിസിപ്ലിൻസും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്. സോഷ്യോളജി എന്ന് പറയുന്നത് എന്താണ്? സ്റ്റഡി ഓഫ് സൊസൈറ്റി, ഹ്യൂമൻ ബിഹേവിയർ, ആറ്റിറ്റ്യൂഡ്സ്, പാറ്റേൺസ്, അതൊക്കെയാണ് സോഷ്യോളജി എന്ന് പറയുന്നത് അല്ലേ. ഹ്യൂമനെ പറ്റി പഠിക്കുന്നത്, സൊസൈറ്റിയെ പറ്റി പഠിക്കുന്നൊരു ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റാണ്. പിന്നെ അതർ സോഷ്യൽ സയൻസ് സബ്ജക്റ്റുകളുണ്ട്, പൊളിറ്റിക്കൽ സയൻസ്, ഹിസ്റ്ററി, ജോഗ്രഫി, അതൊക്കെ, എഡ്യൂക്കേഷൻ. അപ്പോൾ ആ ഒരു സബ്ജക്റ്റുകളും അതുപോലെ തന്നെ നമ്മുടെ സോഷ്യോളജിയും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ തന്നെ വീഡിയോയിലേക്ക് കടക്കാം. ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സോഷ്യോളജി ആൻഡ് അതർ സോഷ്യൽ സയൻസ് ഡിസിപ്ലിൻ ഇൻഹറൻ്റ്ലി interdisciplinary as they often overlap and inform each other. അതായത് നമുക്ക് ഏതൊക്കെ സബ്ജക്റ്റുകളാണ്, സോഷ്യൽ സയൻസ് സബ്ജക്റ്റുകളാണ് സോഷ്യോളജി ആയിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് നോക്കാം. ഒന്നാമത്തെ സോഷ്യോളജി ആൻഡ് ആന്ത്രപ്പോളജി. 2 സോഷ്യോളജി ആൻഡ് എക്കണോമിക്സ്, ഇത് സാമ്പത്തിക ശാസ്ത്രവും സോഷ്യോളജിയും തമ്മിലുള്ള ബന്ധം. ദെൻ സോഷ്യോളജി ആൻഡ് പൊളിറ്റിക്കൽ സയൻസ്, അതായത് രാഷ്ട്രീയ ശാസ്ത്രം അല്ലേ, അതുമായിട്ടുള്ള ബന്ധം. സോഷ്യോളജി ആൻഡ് സൈക്കോളജി, മനഃശാസ്ത്രവുമായുള്ള ബന്ധം. സോഷ്യോളജി ആൻഡ് ഹിസ്റ്ററി, ചരിത്രവുമായുള്ള ബന്ധം. സോഷ്യോളജി ആൻഡ് ജിയോഗ്രഫി, ഭൂമിശാസ്ത്രവുമായുള്ള ബന്ധം. സോഷ്യോളജി ആൻഡ് എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസവുമായുള്ള ബന്ധം. അപ്പോൾ നമുക്ക് ഓരോ സോഷ്യൽ സയൻസ് സബ്ജക്റ്റുകളും നമുക്ക് 1 by 1 ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം, എങ്ങനെയാണ് സോഷ്യോളജി ആയിട്ട് ഇവ ബന്ധപ്പെട്ട് കിടക്കുന്നതെന്ന്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്ലൈഡിലേക്ക് പോകാം. അപ്പോൾ ആദ്യമായിട്ട് ടീച്ചർ ഡിസ്കസ് ചെയ്യുന്നത് സോഷ്യോളജി ആൻഡ് ആന്ത്രപ്പോളജിയാണ്. അപ്പോൾ ആന്ത്രപ്പോളജി ഫോക്കസ് ഓൺ ദ സ്റ്റഡി ഓഫ് ഹ്യൂമൻസ്, ദെയർ ആൻസിസ്റ്റേഴ്സ് ആൻഡ് റിലേറ്റഡ് primates with a strong emphasis on cultural and biological aspect. അപ്പോൾ നമുക്കറിയാം ആന്ത്രപ്പോളജി എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് മുൻകാലങ്ങളിലുള്ള മനുഷ്യരെ പറ്റിയും അവരുടെ പൂർവികരെയും അതുപോലെ അവരുടെ അനുബന്ധമായിട്ടുള്ള പ്രൈമേറ്റുകൾ, അതുപോലെ തന്നെ പഴയകാല വസ്തുക്കൾ അല്ലെ, പഴയകാലത്ത് എന്തൊക്കെയാണ് ഉണ്ടായിരുന്നത്, ജൈവപരമായതും സാംസ്കാരികപരമായതും ഒക്കെ നമ്മൾ ആന്ത്രപ്പോളജിയുടെ പഠിക്കുന്നുണ്ട്. അതും സോഷ്യോളജി നമ്മൾ എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് നോക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ബോത്ത് ഡിസിപ്ലിൻസ് സ്റ്റഡി കൾച്ചേഴ്സ്, സൊസൈറ്റീസ് ആൻഡ് ഹ്യൂമൻ ബിഹേവിയർ, ബട്ട് സോഷ്യോളജി ടെൻഡ്സ് ടു ഫോക്കസ് ഓൺ കണ്ടംപററി സൊസൈറ്റീസ് വൈൽ ആന്ത്രപ്പോളജി ഓഫൺ ഇൻക്ലൂഡ് ഹിസ്റ്റോറിക്കൽ ആൻഡ് ഇവല്യൂഷണറി പെർസ്പെക്റ്റീവ്. അപ്പോൾ ഈ 2 വിഷയങ്ങളും നമ്മൾ എങ്ങനെയാണ് ഓവർലാപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇൻ്റർ കണക്ട് ചെയ്തിരിക്കുക അല്ലെങ്കിൽ ഇൻ്റർ ഡിസിപ്ലിൻ ചെയ്തിരിക്കുന്നത് നമുക്ക് നോക്കാം. ഈ 2 വിഷയവും എന്തൊക്കെ പഠിക്കുന്നുണ്ട്? സംസ്കാരങ്ങളെ പറ്റി പഠിക്കുന്നുണ്ട്, സമൂഹങ്ങളെ പറ്റി പഠിക്കുന്നുണ്ട്, മനുഷ്യ സ്വഭാവത്തെ പറ്റി പഠിക്കുന്നുണ്ട്. പക്ഷേ അതേസമയം ആന്ത്രപ്പോളജിയിൽ എന്താണ് പഠിക്കുന്നത്? ആന്ത്രപ്പോളജിയിൽ നമ്മൾ പഠിക്കുന്നത് പൂർവ്വകാല സംസ്കാരങ്ങൾ, പൂർവ്വകാല മനുഷ്യ സ്വഭാവങ്ങൾ, അല്ലെങ്കിൽ അവർ ജീവിച്ചിരുന്നത് എങ്ങനെയാണ്, അവരുടെ സംസ്കാരം എങ്ങനെയായിരുന്നു, അവരുടെ ജൈവപരമായ അവസ്ഥകൾ എങ്ങനെയായിരുന്നു, അത് പഴയ കാലത്തെ സസ്യങ്ങൾ, സസ്യജാലങ്ങൾ, മൃഗങ്ങൾ, അവരൊക്കെ എങ്ങനെയായിരുന്നു, അതാണ് ആന്ത്രപ്പോളജിയിൽ പഠിക്കുന്നത്. പക്ഷേ സോഷ്യോളജി എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കറൻറ്റ് സിറ്റുവേഷൻ അല്ലേ, നമ്മൾ ഇന്നത്തെ സൊസൈറ്റി, ഇന്നത്തെ സമൂഹം അല്ലെങ്കിൽ ഇന്നത്തെ ഹ്യൂമൻ ബിഹേവിയേഴ്സ് എങ്ങനെയാണത് ഹ്യൂമൻ ബിഹേവിയർ എന്ന ചേഞ്ചസ് എന്തൊക്കെയാണ്, സോഷ്യൽ ചേഞ്ചസ് എന്തൊക്കെയാണ്, ഇതൊക്കെ കറൻ്റ്ലി നമ്മുടെ സൊസൈറ്റി നടക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ സോഷ്യോളജിയിൽ പഠിക്കുന്നത്. അതാണ് ഇത് രണ്ടും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. പിന്നീടുള്ളത് കോൺട്രിബ്യൂഷനാണ്. അപ്പോൾ ആന്ത്രപ്പോളജിക്കൽ ഇൻസൈറ്റ് ഇൻ ടു കൾച്ചറൽ പ്രാക്ടീസസ്, കിങ്ഷിപ്പ് സിസ്റ്റംസ് ആൻഡ് സോഷ്യൽ നോംസ് എൻറിച്ച് സോഷ്യോളജിക്കൽ അനാലിസിസ് ഓഫ് മോഡേൺ സോഷ്യൽ സ്ട്രക്ചേഴ്സ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ആന്ത്രപ്പോളജിയുടെ പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻസ് എന്ന് പറയുന്നത്, അതായത് ആന്ത്രപ്പോളജി ഇൻസൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, വിശദമായിട്ട് പഠിക്കുക, ഉൾക്കാഴ്ച അല്ലെ, വിശദമായിട്ട് മനസ്സിലാക്കുന്നു എന്തൊക്കെയാണ് അന്നത്തെ കൾച്ചറൽ പ്രാക്ടീസസ്, അതായത് സാംസ്കാരിക സമ്പ്രദായങ്ങൾ, അതുപോലെ തന്നെ കിങ്ഷിപ്പ് സിസ്റ്റം,
അന്ന് എങ്ങനെയായിരുന്നു കിങ്ഷിപ്പ് എന്ന് പറഞ്ഞാൽ അന്ന് രാജഭരണമായിരിക്കും കൂടുതലുണ്ടാവുക. ഇപ്പോൾ ഒരു ട്രൈബൽ ഏരിയ പറ്റിയാണ് മനസ്സിലാക്കുന്നത്. ട്രൈബ്സിന് ഒരു കുലം ഉണ്ടാവും, ആ കുലത്തിൽ ഒരു മൂപ്പൻ അല്ലെങ്കിൽ അവിടുത്തെ ഒരു അധികാരി ഉണ്ടാവും. അവരായിരിക്കും അവിടുത്തെ കാര്യങ്ങളൊക്കെ തന്നെ തീരുമാനിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പണ്ട് കാലത്ത് നടന്നിരുന്നു. ഇപ്പോൾ ഒന്നും അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ചിലപ്പോൾ ട്രൈബ്സിലൊക്കെ ഉണ്ടാവും, പക്ഷേ ആദ്യകാലങ്ങളിൽ ട്രൈബ്സ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അവരുടെ കാര്യങ്ങളൊക്കെ പഠിക്കാനും അവരുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനൊക്കെ ആന്ത്രപ്പോളജി സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഇന്നത്തെ സൊസൈറ്റിയായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. എന്തൊക്കെ മാറ്റങ്ങളുണ്ടായി അല്ലേ, ഇന്നത്തെ സൊസൈറ്റിയും അന്നുണ്ടായിരുന്ന സൊസൈറ്റി നമ്മുടെ ചേഞ്ചസ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ മേജർ ഡിഫറൻസസ് എന്തൊക്കെയാണ്. നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോകാം. അടുത്തതായി ടീച്ചർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് സോഷ്യോളജി ആൻഡ് എക്കണോമിക്സ്, അതായത് സോഷ്യോളജിയും സാമ്പത്തിക ശാസ്ത്രവും തമ്മിലുള്ള ബന്ധം. അപ്പോൾ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റഡി ഓഫ് പ്രൊഡക്ഷൻ, distribution and consumption of goods and services along with the behavior of economic agents. അതായത് സാമ്പത്തിക ഏജന്റുമാരുടെ പെരുമാറ്റത്തോടൊപ്പം ചരക്കുകളുടെയും സേവനങ്ങളുടെയും ഉൽപ്പാദനം, വിതരണം, ഉപഭോഗം എന്നിവയെക്കുറിച്ചും സാമ്പത്തിക ശാസ്ത്രം പഠിക്കുന്നു. അപ്പം അതും സോഷ്യോളജി തമ്മിലുള്ള ബന്ധം എന്താണ്? ഓവർലാപ്പ്. സോഷ്യോളജി എക്സാമിൻസ് ദ സോഷ്യൽ കണ്ടക്സ്റ്റ് ഓഫ് എക്കണോമിക് ബിഹേവിയർ സച്ച് ആസ് ക്ലാസ് സ്ട്രക്ചേഴ്സ്, ലേബർ മാർക്കറ്റ്സ് ആൻഡ് ഇമ്പാക്റ്റ് ഓഫ് എക്കണോമിക് പോളിസീസ് ഓൺ സോഷ്യൽ ഇൻഇക്വാളിറ്റി. അപ്പോൾ എന്താണ് തൊഴിൽ വിപണികൾ അല്ലേ? തൊഴിൽ വിപണികൾ എങ്ങനെയാണ്, അതായത് അവിടെ ഉണ്ടാകുന്ന സാമൂഹിക അസമത്വങ്ങൾ, സാമ്പത്തിക നയങ്ങളുടെ സ്വാധീനം തുടങ്ങിയ സാമ്പത്തിക പെരുമാറ്റത്തിൻ്റെ സാമൂഹിക പശ്ചാത്തലം സോഷ്യോളജി പരിശോധിക്കുന്നു. അപ്പോൾ ഈ സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്നത് എന്താണ്? പ്രൊഡക്ഷൻ അല്ലേ, പുതിയ പുതിയ സാധനങ്ങൾ പ്രൊഡക്ഷൻ ചെയ്യുക, അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, അതുപോലെ തന്നെ കൺസംഷൻ ഓഫ് ഗൂഡ്സ് ആൻഡ് സർവീസസ്, അതൊക്കെയാണ്. അപ്പോൾ അവിടെയൊക്കെ ഇതൊക്കെ ആരാണ് കൈകാര്യം ചെയ്യുന്നത്? ഹ്യൂമൻസ് തന്നെയാണല്ലേ. അപ്പോൾ ഹ്യൂമൻസിൻ്റെ പെരുമാറ്റം അല്ലേ, സാമ്പത്തിക പെരുമാറ്റം, അതുപോലെ തന്നെ ഹ്യൂമൻസിൻ്റെ ഒരു സാമൂഹിക പശ്ചാത്തലം, അതൊക്കെയാണ് സോഷ്യോളജിയായിട്ട് ഈ ഒരു സബ്ജക്റ്റിനുള്ള റിലേഷൻ. അതുപോലെ തന്നെ ഈ ഗൂഡ്സ് പ്രൊഡക്ഷൻ, അതിൻ്റെ ഒരു കൺസംഷൻ, ഡിസ്ട്രിബ്യൂഷനൊക്കെ നമ്മൾ എന്തിനാണ് ചെയ്യുന്നത്? ആർക്ക് വേണ്ടിയാണ്? നമ്മുടെ സൊസൈറ്റിക്ക് വേണ്ടിയാണ് അല്ലേ. അപ്പോൾ ഒരു സൊസൈറ്റി എന്ന് പറഞ്ഞിട്ട് കമ്മ്യൂണിറ്റി സ്റ്റേറ്റ് ആവുന്നു, സ്റ്റേറ്റ് കൺട്രി ആവുന്നു, കൺട്രീസ് ആവുന്നു, വേൾഡ് ഉണ്ടാവുന്നു. അപ്പോൾ ഒരു കൺട്രിയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് എക്കണോമിക്കൽ ഇമ്പാക്റ്റ് അല്ലേ, എക്കണോമിക്കൽ ഡെവലപ്മെൻറ്റ് തന്നെയാണ്. അപ്പോൾ അതിനുവേണ്ടി സാമ്പത്തിക ശാസ്ത്രം വളരെയധികം സഹായിക്കുന്നുണ്ട്. Contribution. Economic theories and data help sociologists understand the material conditions affecting social life, while sociological perspectives provide a deeper understanding of the social dimensions of economic activity. ഇപ്പോൾ സാമ്പത്തിക സിദ്ധാന്തങ്ങൾ, അതാണ് എക്കണോമിക് തിയറീസ്, അതുപോലെ തന്നെ വിവരങ്ങളും സാമൂഹിക ജീവിതത്തെ ബാധിക്കുന്ന ഭൗതിക സാഹചര്യങ്ങൾ മനസ്സിലാക്കാൻ സാമൂഹ്യ ശാസ്ത്രജ്ഞരെ സഹായിക്കുന്നു. അതേസമയം സാമൂഹിക കാഴ്ചപ്പാടുകൾ സാമ്പത്തിക പ്രവർത്തനത്തിന് സാമൂഹിക മാനങ്ങളെക്കുറിച്ച് ആഴത്തിലുള്ള ധാരണ നൽകുന്നു. ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ സാമ്പത്തികമായ കാഴ്ചപ്പാടുകൾ, സാമ്പത്തിക പ്രവർത്തനം ഏത് രീതിയിലൊക്കെ കൊണ്ടുവരാം, അതൊക്കെ നമുക്ക് കൂടുതൽ ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിയിൽ അല്ലെങ്കിൽ നമ്മുടെ കൺട്രിക്ക് വേണ്ടി കോൺട്രിബ്യൂഷൻ ചെയ്യണമെങ്കിൽ നമുക്ക് എക്കണോമിക്സ് ഡിപ്പെൻഡ് ചെയ്തേ പറ്റൂ. അതുകൊണ്ടാണ് എക്കണോമിക്സും സോഷ്യോളജിയും തമ്മിൽ നല്ലൊരു ബന്ധമുണ്ടെന്ന് പറയുന്നത്. ഇനി സോഷ്യോളജിയും പൊളിറ്റിക്കൽ സയൻസും തമ്മിലുള്ള ബന്ധമാണ് ടീച്ചർ പറയുന്നത്. പൊളിറ്റിക്കൽ സയൻസ് എന്താണ്? രാഷ്ട്രീയ ശാസ്ത്രം അല്ലേ. അപ്പോൾ പൊളിറ്റിക്കൽ സയൻസ് സ്റ്റഡീസ് ഗവൺമെൻറ് സിസ്റ്റം, പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസ്, പൊളിറ്റിക്കൽ ബിഹേവിയർ ആൻഡ് പൊളിറ്റിക്കൽ എൻറ്റൈറ്റീസ്. അപ്പോൾ സർക്കാർ സംവിധാനങ്ങൾ, രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ, രാഷ്ട്രീയ പെരുമാറ്റം, രാഷ്ട്രീയ സ്ഥാപനങ്ങൾ എന്നിവയെക്കുറിച്ചൊക്കെ പഠിക്കുന്നതിന് നമ്മൾ പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതും സോഷ്യോളജി നമ്മൾ നല്ല ബന്ധമുണ്ട്. കാരണം ബോത്ത് ഡിസിപ്ലിൻസ് അനലൈസ് പവർ സ്ട്രക്ചർ, ഗവേണൻസ് ആൻഡ് ദ റോൾ ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ സൊസൈറ്റി. അപ്പോൾ അധികാരങ്ങൾ അല്ലേ, പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? നമ്മുടെ പൊളിറ്റിക്കൽ പാർട്ടീസ് ഉണ്ട് നമ്മുടെ കൺട്രിയിൽ. അപ്പോൾ ഇതൊക്കെ നയിക്കുന്നത് ആരൊക്കെ തന്നെയാണ്? ഹ്യൂമൻസാണ്. അപ്പോൾ അതുകൊണ്ടാണ് രാഷ്ട്രീയവും സോഷ്യോളജിയും തമ്മിൽ നല്ല ബന്ധമുണ്ടെന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ സമൂഹത്തിൽ നമുക്ക് പുതിയൊരു പോളിസി കൊണ്ടുവരണം, ഇംപ്ലിമെൻ്റ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ ആരെ ആശ്രയിക്കും? പൊളിറ്റിക്കൽ പാർട്ടീസിനെ ആശ്രയിക്കുകയും പുതിയൊരു പോളിസീസ് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ നോക്കും. അത് ചിലപ്പോൾ എഡ്യൂക്കേഷനിലാവാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും മേഖലകളിലാവാം. അതുപോലെ തന്നെ അധികാരം, പവർ ആർക്കാണുള്ളത്? പൊളിറ്റിക്കൽ പാർട്ടീസിനാണുള്ളത്. അവർ തന്നെയാണ് നമ്മുടെ കൺട്രി ഭരിക്കുന്നത്.
നമ്മുടെ സ്റ്റേറ്റ് ഭരിക്കുന്നത് അല്ലേ. അപ്പോൾ ഭരണം, സമൂഹത്തിലെ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, സ്ഥാപനങ്ങൾ, അവയൊക്കെ ആരുടെ കീഴിലാണ് വരുന്നത്? പൊളിറ്റിക്സിൻ്റെ കീഴിലാണ് വരുന്നത്. അപ്പോൾ പൊളിറ്റിക്കൽ സയൻസിന് വളരെ ഒരു പ്രാധാന്യമുണ്ട്. അതായത് നമ്മുടെ സോഷ്യോളജിയായിട്ട് വളരെയധികം ലിങ്ക് ചെയ്ത് കിടക്കുന്നൊരു സബ്ജക്റ്റാണ് പൊളിറ്റിക്കൽ സയൻസ്. പൊളിറ്റിക്കൽ സയൻസ് ഓഫേഴ്സ് തിയറീസ് ആൻഡ് മോഡൽസ് ഓഫ് പൊളിറ്റിക്കൽ ബിഹേവിയർ ആൻഡ് ഗവേണൻസ്, വൈൽ sociology provides insight into social foundations of political systems and the impact of politics on everyday life. ഇപ്പോൾ പൊളിറ്റിക്കൽ സയൻസ് എന്താണ്? രാഷ്ട്രീയ പെരുമാറ്റത്തിൻ്റെയും ഭരണത്തിൻ്റെയും സിദ്ധാന്തങ്ങളും മോഡലുകളും വാഗ്ദാനം ചെയ്യുന്നു. അതേസമയം സാമൂഹ്യശാസ്ത്രം അല്ലെങ്കിൽ സോഷ്യോളജി രാഷ്ട്രീയ സംവിധാനങ്ങളുടെ സാമൂഹിക അടിത്തറയെക്കുറിച്ചും ദൈനംദിന ജീവിതത്തിൽ രാഷ്ട്രീയത്തിൻ്റെ സ്വാധീനത്തെക്കുറിച്ചും ഉൾക്കാഴ്ച നൽകുന്നു. നമുക്കറിയാം നമ്മുടെ കൺട്രി എങ്ങനെയാണ് പോകുന്നത്? വോട്ട് ചെയ്തിട്ടാണ് അല്ലേ. ഓരോ ഹ്യൂമൻ ബീയിങ്സും വോട്ടിൻ്റെ ബലത്തിലാണ് ഓരോ രാഷ്ട്രീയ പാർട്ടിയും അധികാരത്തിൽ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കതിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ സ്വാധീനത്തെ എത്രത്തോളം നമ്മുടെ സോഷ്യോളജിയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പെട്ടെന്ന് തന്നെ സാധിക്കും. അതുകൊണ്ട് തന്നെ സോഷ്യോളജിയും പൊളിറ്റിക്കൽ സയൻസും തമ്മിൽ വളരെ അടുത്തൊരു ലിങ്ക് ഉണ്ടെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. അടുത്തതായി ടീച്ചർ ഡിസ്കസ് ചെയ്യുന്നത് സോഷ്യോളജി ആൻഡ് സൈക്കോളജി. ഇപ്പോൾ സൈക്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈക്കോളജി ഫോക്കസസ് ഓൺ സ്റ്റഡി ഓഫ് ദി മൈൻഡ് ആൻഡ് ബിഹേവിയർ ഇൻക്ലൂഡിങ് ഇൻഡിവിജ്വൽ ആൻഡ് ഗ്രൂപ്പ് ഡൈനാമിക്സ്. അപ്പം മൈൻഡ് ആൻഡ് ബിഹേവിയർ എന്ന് പറഞ്ഞാൽ മനസ്സ് അല്ലെ മനഃശാസ്ത്രം, മനസ്സ്, ബിഹേവിയർ എന്ന് പറഞ്ഞാൽ സ്വഭാവം, ഇവയെക്കുറിച്ച് ഉള്ള പഠനത്തെയാണ് നമ്മൾ സൈക്കോളജി എന്ന് പറയുന്നത് ഹ്യൂമൻസിൻ്റെ. അപ്പോൾ അതിൻ്റെ ഓവർലാപ്പ് അല്ലേ, സൈക്കോളജിയും സോഷ്യോളജിയും തമ്മിലുള്ള ഓവർലാപ്പ് എന്താണ്? സോഷ്യോളജി ആൻഡ് സൈക്കോളജി ഇൻ്റർസെക്റ്റ് ഇൻ ദ സ്റ്റഡി ഓഫ് സോഷ്യൽ ബിഹേവിയർ, ഗ്രൂപ്പ് പ്രോസസ്സസ് ആൻഡ് സോഷ്യലൈസേഷൻ. അപ്പോൾ സാമൂഹിക സ്വഭാവം, ഗ്രൂപ്പ് പ്രക്രിയകൾ, സാമൂഹികവൽക്കരണം എന്നിവയെക്കുറിച്ചുള്ള പഠനത്തിൽ ആണ് മനഃശാസ്ത്രവും സോഷ്യോളജിയും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നത്. അപ്പം ഒരു ഹ്യൂമൻസ് ചേർന്നാണ് ഒരു സൊസൈറ്റി, കുറേ ഹ്യൂമൻസ് ചേർന്നാണ് ഒരു സൊസൈറ്റി ഉണ്ടാകുന്നത് അല്ലേ. കുറേ ഫാമിലീസ് ഉണ്ടാവും ഒരു സൊസൈറ്റിയിൽ, അവരൊക്കെ ചേർന്നിട്ടാണ് ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിയുടെ സ്വഭാവം ഒരു സൊസൈറ്റിയെ നന്നായി ബാധിക്കുന്നു. നല്ല വാല്യൂസും ഒക്കെയുള്ള വ്യക്തികളാണെങ്കിൽ നമ്മളെ വ്യക്തിയെ ആക്സെപ്റ്റ് ചെയ്യും, അല്ലാത്തവരെ നമ്മൾ എന്ത് ചെയ്യും? ഒഴിവാക്കും. അപ്പോൾ അതുകൊണ്ട് സാമൂഹികവൽക്കരണം അല്ലെ ഗ്രൂപ്പ് പ്രോസസ്സ്, ഇതൊക്കെ സോഷ്യോളജിയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണ്. ഇനി കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണ്? സൈക്കോളജിക്കൽ തിയറീസ് ഓഫ് ഇൻഡിവിജ്വൽ ബിഹേവിയർ ആൻഡ് മെൻ്റൽ പ്രോസസ് ഇൻഫോം സോഷ്യോളജിക്കൽ സ്റ്റഡീസ് ഓഫ് ഹൗ ഇൻഡിവിജ്വൽ ഇൻ്ററാക്ട് വിത്തിൻ ആൻഡ് ഇൻഫ്ലുവൻസ്ഡ് ബൈ സോഷ്യൽ സ്ട്രക്ചേഴ്സ്. അപ്പോൾ ഒരുപാട് സൈക്കോളജിക്കൽ തിയറീസൊക്കെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ തിയറീസൊക്കെ തന്നെ നമ്മുടെ വ്യക്തികളുടെ സ്വഭാവത്തെ പറ്റി പഠിക്കാനും അവർക്ക് ഈ കൗൺസിലിംഗ് പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനൊക്കെ ഉപകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എഡ്യൂക്കേഷനിലും നമ്മൾ ചൈൽഡ് സൈക്കോളജി അത് പഠിക്കുന്നുണ്ട്, പേഴ്സണാലിറ്റി തിയറീസിനെ കുറിച്ചൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെ നമുക്കൊരു സൊസൈറ്റിയിൽ അല്ലേ, നല്ലൊരു പേഴ്സണാലിറ്റി ഉള്ള ആൾക്കാർക്ക് മാത്രമാണ് സൊസൈറ്റിയിൽ നന്നായിട്ട് ജീവിക്കാൻ പറ്റും. അപ്പോൾ അതൊക്കെ ഈ സോഷ്യോളജിയായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ചൈൽഡ് സൈക്കോളജിയിൽ നല്ല ഒരു ചൈൽഡ് സൈക്കോളജി അറിയുന്ന ആൾക്ക് മാത്രമേ ഒരു കുട്ടിയെ നല്ല രീതിയിൽ വളർത്താൻ സാധിക്കൂ, സമൂഹത്തിൽ നല്ലൊരു പൗരനാക്കി മാറ്റാൻ പറ്റും. അപ്പോൾ അതൊക്കെയാണ് സോഷ്യോളജിയും സൈക്കോളജിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. കുട്ടികളെ ടീച്ചർ ഇന്ന് ഡിസ്കസ് ചെയ്തത് 4 സബ്ജക്റ്റുകളാണ്, സോഷ്യൽ സയൻസ് സബ്ജക്റ്റുകളാണ് ഡിസ്കസ് ചെയ്തത്. ഒന്ന് ആന്ത്രപ്പോളജി, ഒന്ന് എക്കണോമിക്സ്, തേർഡ് വൺ പൊളിറ്റിക്കൽ സയൻസ്, ഫോർത്ത് വൺ സൈക്കോളജി. ബാക്കി 3 എണ്ണം അതായത് ഹിസ്റ്ററി, ജോഗ്രഫി, എഡ്യൂക്കേഷൻ, ഇത് 3ഉം ഞാൻ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. അപ്പോൾ അടുത്ത 3 സബ്ജക്റ്റുകളായിട്ട് ഞാൻ നാളെ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ക്ലാസ്സുകൾ ഇതിന് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ക്ലാസ് കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.